എൻ്റെ എത്രയും പ്രിയപ്പെട്ട അമ്മമാർക്കും സജ്ജനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. അമ്മമാരെ, നെഞ്ചുരുകി പ്രാർത്ഥിച്ചിട്ടും നിങ്ങളുടെ മക്കളുടെയോ കുടുംബത്തിൻ്റെയോ വലിയൊരാഗ്രഹം ഇനിയും നടക്കാതെ നീണ്ടിങ്ങനെ പോവുകയാണോ? കടബാധ്യതകൾ കാരണം സമാധാനമില്ലാതെ നിങ്ങൾ വിഷമിക്കുന്ന ഒരവസ്ഥയുണ്ടോ? എങ്കിൽ ഇന്ന് രാത്രി അഥവാ ഈ ചിങ്ങ പൗർണമി രാത്രിയിൽ നിങ്ങളുടെ പൂജാമുറിയിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു തന്ന അതീവ ശക്തമായ ഒരു ലക്ഷ്മി പ്രീതി കർമ്മമുണ്ട്. കേവലം ഒരല്പം കല്ലുപ്പും ജലവും ഒരു വെള്ളക്കടലാസും മാത്രം മതി ഇതിനായിട്ട്. ഇന്ന് രാത്രി ഈ ഒരു കാര്യം ചെയ്താൽ വരുന്ന 30 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ഏതു വലിയ ആഗ്രഹവും കൺമുൻപിൽ സഫലമാകും. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ വളരെ വിശദമായിട്ട് പറഞ്ഞു തരാം. വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും ഒന്ന് കാണാൻ ശ്രമിക്കണേട്ടോ. ജ്യോതിഷ പഞ്ചാംഗ പ്രകാരം ഇന്ന്, അതായത് ഓഗസ്റ്റ് 27 വ്യാഴാഴ്ച രാവിലെ 9:09 മുതൽ തന്നെ പൗർണമി തിഥി ആരംഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് പകലും മുഴുവനും രാത്രിയും അതീവ പുണ്യമായ പൗർണമി ചൈതന്യത്താൽ നിറഞ്ഞതാണ്. പൗർണമി ദിവസത്തിലെ ചന്ദ്രപ്രകാശത്തിന് മനസ്സിലെ ആശങ്കകൾ കുറയ്ക്കാനും വലിയൊരു സമാധാനം നൽകാനും പ്രത്യേക കഴിവുണ്ടെന്ന് നമ്മുടെ മുത്തശ്ശിമാര് പോലും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. പണം എന്നത് ഒരു ഊർജമാണ് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അതെപ്പോഴും പോസിറ്റീവ് സാഹചര്യങ്ങളിലേക്ക് മാത്രമേ ആകർഷിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചെയ്യുന്ന ഈ കർമ്മത്തിന് പിന്നിൽ ആത്മീയമായ 2 വലിയ രഹസ്യങ്ങളുണ്ട്. ഒന്നാമത്തേത് കല്ലുപ്പാണ്. കല്ലുപ്പ് സാക്ഷാൽ മഹാലക്ഷ്മിയുടെ പ്രതീകമാണ് എന്ന് മാത്രമല്ല, നെഗറ്റീവ് ഊർജത്തെയും സകല തടസ്സങ്ങളെയും വലിച്ചെടുക്കാൻ കല്ലുപ്പിനേക്കാൾ ശക്തിയുള്ള മറ്റൊരു വസ്തു ഇല്ല എന്ന് തന്നെ പറയാം. രണ്ടാമത്തേത് ജലമാണ്. ഇന്ന് വാട്ടർ മെമ്മറി അഥവാ ജലത്തിന്റെ ഓർമ്മശക്തിയെക്കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുന്ന ഒരു സമയമാണ്. നമ്മൾ ജലത്തെ സ്പർശിച്ചുകൊണ്ട് എന്ത് പ്രാർത്ഥിച്ചാലും ആ വികാരങ്ങളെയും ആഗ്രഹങ്ങളെയും പൂർണ്ണമായി ഉൾക്കൊള്ളാൻ ജലത്തിന് ഒരു പ്രത്യേക കഴിവുണ്ട്. ഈ 2 പുണ്യവസ്തുക്കളും പൗർണമി ചൈതന്യവും ഒത്തുചേരുമ്പോഴാണ് അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നത്. ഇന്നും വൈകുന്നേരം അമ്മമാർ അത് ചെയ്യേണ്ട കൃത്യമായ രീതി എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക കേട്ടോ. ഇന്ന് വൈകുന്നേരം സാധാരണ പോലെ, അതായത് ഒരു 6:15 6:45 ഇടയിൽ വരുന്ന ആ ഒരു ത്രിസന്ധ്യാ സമയത്ത് നിങ്ങൾ സാധാരണ പോലെ പൂജാമുറിയിലെത്തി നിലവിളക്ക് കൊളുത്തുക. അതിനുശേഷം മഹാലക്ഷ്മി ദേവിക്കായി ഒരു ചെറിയ നെയ് വിളക്ക് കൂടി പ്രത്യേകമായി സമർപ്പിക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് ചുവന്ന തിരിയിട്ടാൽ അതീവ ഉത്തമമാണ്. ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ചുവന്ന തിരി ഇല്ലെങ്കിൽ അല്പം കുങ്കുമം ചേർത്തിട്ട് ഈ വെള്ളത്തിരിയെ നമ്മൾക്ക് ചുവപ്പാക്കി മാറ്റാം. അങ്ങനെ ആ ഒരു നെയ്വിളക്കിൽ ആ ഒരു ചുവന്ന തിരിയിട്ട് ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയ്ക്ക് മുൻപിൽ ഒന്ന് തെളിയിച്ചു വെക്കുക. ഇനി ഇങ്ങനെ ഇല്ലെങ്കിലും സാരമില്ല, സാധാരണ വെള്ളത്തിരിയിട്ട് കത്തിച്ചാലും മതിയാവും. ഈ വിളക്കിന് മുന്നിലിരുന്ന് നിങ്ങൾ ഓം നമോ നാരായണായ അല്ലെങ്കിൽ ഓം ശ്രീ ലക്ഷ്മി നാരായണായ നമ എന്ന മന്ത്രം ഭക്തിയോടുകൂടി കുറഞ്ഞത് ഒരു 9 തവണയെങ്കിലും ചൊല്ലുക കേട്ടോ. 108 തവണ ചൊല്ലാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും ഐശ്വര്യമാണ്. അല്ലാച്ചാലും കുറഞ്ഞത് ഒരു 9 തവണയെങ്കിലും നിങ്ങൾ ചൊല്ലുക. ദേവി ചൈതന്യം നിങ്ങളുടെ പൂജാമുറിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ പവിത്രമായ മുഹൂർത്തത്തിലാണ് നമ്മൾ ആ പ്രത്യേക ലക്ഷ്മി പ്രീതി കർമ്മം ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇതിനായിട്ട് ഒരു തളികയോ അല്ലെങ്കിൽ വട്ടത്തിലുള്ള ഒരു സാധാരണ പ്ലേറ്റോ എടുക്കുക കേട്ടോ. അതിൽ ഒരു കൈപ്പിടി പച്ചരി, കുറച്ച് നാണയത്തൊട്ടുകൾ, ഒപ്പം ഒരു കഷ്ണം പച്ച മഞ്ഞളും കൂടി വെക്കുക. ഇനി ഇതിനൊപ്പം ഒരു ചില്ല് ഗ്ലാസ്സിലോ പാത്രത്തിലോ ശുദ്ധമായ ജലമെടുത്ത് അതിലൊരു നുള്ള കല്ലുപ്പ് കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക കേട്ടോ. ഈ ഉപ്പ് വെള്ളത്തിൽ അലിയുന്നതുപോലെ എൻ്റെ കുടുംബത്തിലെ സകല കടങ്ങളും തടസ്സങ്ങളും എൻ്റെ ദുഃഖങ്ങളും അലിഞ്ഞു പോവുകയാണ് എന്ന് മനസ്സിൽ ഉറപ്പായിട്ട് ഈ ഒരു സമയത്ത് അമ്മ സങ്കല്പിക്കുക. തുടർന്ന് വരികളില്ലാത്ത ഒരു ചെറിയ വെള്ള കടലാസ് എടുത്ത് നിങ്ങളുടെ പേരും മനസ്സിലെ ആ ഒരൊറ്റ വലിയ ആഗ്രഹവും വ്യക്തമായിട്ട് ആ പേപ്പറിൽ എഴുതുക. ഇനി ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഉപ്പുവെള്ളത്തിലേക്ക് ഇടുക. ഇടുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പേപ്പർ ഒരിക്കലും വെള്ളത്തിൽ മുക്കി താഴ്ത്താൻ പാടില്ല. ആഗ്രഹം എഴുതിയ വരികൾ മുകളിലേക്ക് കാണുന്ന രീതിയിൽ വെള്ളത്തിന് മുകളിൽ വെറുതെ ഒഴുകി നടക്കാൻ പാകത്തിൽ നമ്മളൊന്ന് പെതിയെ ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ ആ വെള്ളക്കടലാസ് ഒരു കാരണവശാലും മടക്കുകയോ ചുരുട്ടുകയോ ചെയ്യാതെ നിവർത്തി പിടിച്ചു വേണം വെള്ളത്തിലേക്ക് ഇടാനായിട്ട്. നമ്മൾ പേരും ആഗ്രഹവും എഴുതിയ ആ വശം മുകളിലേക്ക്, അതായത് ആകാശത്തേക്ക് നമ്മളെ കാണുന്നത് പോലെ, അതായത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാലും നമ്മളുടെ ആ പേരും ആ ആഗ്രഹം എഴുതിയിരിക്കുന്നത് നമ്മൾക്ക് കാണാൻ പറ്റണം. അതേ രീതിയിൽ വെറുതെ വെള്ളത്തിന് മുകളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി, മുക്കി താഴ്ത്താൻ പാടില്ല. ഇപ്പോൾ ആ പേപ്പർ വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ പൊങ്ങി കിടക്കുകയാണ്, മുക്കി നമ്മൾ താഴ്ത്തിയിട്ടില്ല. ആ പേപ്പർ പെതുക്കെ ഉപ്പുവെള്ളം സ്വയം വലിച്ചെടുത്തോളും.
നമ്മളായിട്ട് അതിനെ അതുകൊണ്ട് ബലമായിട്ട് വെള്ളത്തിലേക്ക് മുക്കി താഴ്ത്താൻ പാടില്ല. ഈ ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന ഗ്ലാസിൻ്റെയോ പാത്രത്തിൻ്റെയോ വലുപ്പത്തിൽ ഒതുങ്ങുന്ന, അതിനുള്ളിൽ കൊള്ളുന്ന അത്രയും ചെറിയൊരു പേപ്പർ കഷ്ണം വേണം നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കാനായിട്ട്. അതിനുശേഷം ഈ താലവും ആ ഉപ്പുവെള്ളവും പൂജാമുറിയിൽ ഒരു ഒഴിഞ്ഞ കോണിലേക്കൊന്ന് മാറ്റി വെക്കുക. നമ്മൾ നിലവിളക്ക് കത്തിക്കുന്ന സമയത്ത്, ആ കത്തിച്ചതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. 7 മണി വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. 7 മണിക്ക് ശേഷം, അതായത് ചന്ദ്രോദയം കഴിഞ്ഞുള്ള ആ ഒരു സമയത്ത് ആകാശത്ത് തെളിഞ്ഞു നിൽക്കുന്ന പൗർണമി ചന്ദ്രനെ നമ്മൾ ദർശിക്കാൻ പോവുകയാണ്. അതിശക്തമായ ഒരു ഭാവത്തിലായിരിക്കും ചന്ദ്രഭഗവാൻ ഈ ഒരു സമയത്തുള്ളത്. ഈ സമയം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ പൂജാതാലവും ഉപ്പുവെള്ളവും ഭഗവാന്റെ അടുത്തേക്ക് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഭഗവാനെ നല്ല പോലെ ദർശിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത്, അതായത് നമ്മുടെ മുറ്റത്താണ് ഭഗവാനെ നന്നായിട്ട് കാണാൻ പറ്റുന്നതെങ്കിൽ അവിടെ നിൽക്കുക. അല്ലാതെ നമ്മുടെ ടെറസിൽ നിന്നാലാണ് ചന്ദ്രഭഗവാനെ പൂർണ്ണമായിട്ടും ആ ഒരു സൗന്ദര്യത്തിൽ നമ്മൾക്ക് ദർശിക്കാൻ സാധിക്കുക എന്ന് വെച്ചാൽ നമ്മൾ ടെറസിൽ പോവുക, ഈ തളികയും ഈ ഗ്ലാസ്സിലെ വെള്ളവുമായിട്ട് കേട്ടോ. ആ ഒരു കാണുന്ന സമയത്ത് ഭഗവാന്റെ നേരെ ഇത് രണ്ടും നീട്ടി പിടിക്കുക, ഈ താലവും ഈ ഗ്ലാസും. രണ്ടും നിങ്ങൾക്ക് ഒരുമിച്ച് പിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, നമ്മുടെ കൂടെ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ ആ ഒരു ഗ്ലാസ്സിലെ ജലം ആളുടെ കയ്യിൽ കൊടുക്കുക. അമ്മ താലം 2 കൈ കൊണ്ടും പൂർണ്ണമായിട്ട് പിടിക്കുക കേട്ടോ. എന്നിട്ട് ചന്ദ്രഭഗവാന്റെ നേരെ നീട്ടിയിട്ട് ഓം ശ്രീ മഹാലക്ഷ്മിയെ നമ എന്ന മന്ത്രം ചൊല്ലിക്കൊണ്ട് ചന്ദ്രഭഗവാനെ നോക്കി 3 വട്ടം ഒന്ന് ഒഴിയുക. ആ ഒരു പ്ലേറ്റ് ഗ്ലാസ് ഒഴിയുകയൊന്നും വേണ്ട, ഗ്ലാസ് കയ്യിൽ പിടിച്ചാൽ മതിയാവും. അതിനുശേഷം താലം മാറ്റി വെച്ച് കൈകൾ കൂപ്പി മഹാലക്ഷ്മിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കളുടെ പേരും നക്ഷത്രവും, അമ്മയുടെ മക്കളുടെ ആ പേരും നക്ഷത്രവും മനസ്സിൽ പറഞ്ഞ് മനസ്സറിഞ്ഞ് ഭഗവാനെ നോക്കി പ്രാർത്ഥിക്കുക. ഈ ഒരു സമയത്ത് ഓം ചന്ദ്രായ നമ എന്ന ഭഗവാന്റെ നാമവും മന്ത്രവും നമ്മൾക്ക് ചൊല്ലാവുന്നതാണ്. ഈ ഒരു സമയത്ത് അമ്മ മനസ്സിൽ ഇപ്പോൾ എന്തെല്ലാം വിഷമങ്ങളുണ്ടോ അതെല്ലാം ഭഗവാന്റെ മുൻപിൽ സമർപ്പിക്കുക. യഥാർത്ഥത്തിൽ നമ്മൾ ഭഗവാനെ നോക്കുന്ന ഈ ഒരു സമയത്ത് ലക്ഷ്മി നാരായണനെയാണ് നമ്മൾ ചന്ദ്രഭഗവാനിലൂടെ കാണുന്നത്. അങ്ങനെ ആ ലക്ഷ്മി നാരായണ ഭഗവാന്റെ അനുഗ്രഹം പൂർണ്ണമായിട്ടും അമ്മയിലേക്ക് വന്നു ചേരുന്ന ഒരു സമയവും കൂടിയാണിത്. അങ്ങനെ എൻ്റെ എല്ലാ കഷ്ടപ്പാടുകളും മാറ്റി തരണമെന്ന് അമ്മ മനസ്സിൽ ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ട് അങ്ങ് പ്രാർത്ഥിക്കുക. ഇത് വെറും ഒരു ആചാരമല്ല, നമ്മുടെ മനസ്സിന് നൽകുന്ന ഒരു ഉറപ്പ് കൂടിയാണ്. അതായത് നമ്മളിപ്പോൾ ഈ ഒരു കർമ്മങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്, ഭഗവാന്റെ നേരെ ഈ താലത്തിലുള്ള പ്രസാദങ്ങളെല്ലാം സമർപ്പിച്ചിട്ടുണ്ട്, നമ്മളെ കൊണ്ട് കഴിയുന്ന മന്ത്രങ്ങളും പ്രാർത്ഥനകളും എല്ലാം ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ മനസ്സുകൊണ്ട് പൂർണ്ണമായിട്ടും വിശ്വസിക്കുക, നമ്മൾ പ്രാർത്ഥിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഭഗവാൻ നടത്തി തന്നു എന്ന് തന്നെ അമ്മ വിശ്വസിക്കുക. അങ്ങനെ അമ്മയുടെ മനസ്സൊരുക്കിയുള്ള ഈ പ്രാർത്ഥന പൂർണ്ണമായിട്ടും ചന്ദ്രഭഗവാൻ വഴി ലക്ഷ്മി നാരായണ സന്നിധിയിൽ എത്തിച്ചേരുമെന്നുള്ളൊരു കാര്യത്തിൽ അമ്മയ്ക്ക് യാതൊരു സംശയവും വേണ്ട. ഈ ഗ്ലാസ് നമ്മൾ ഇനിയും പൂജാമുറിയിലോ സുരക്ഷിതമായ മറ്റൊരിടത്തോ കൃത്യം 24 മണിക്കൂർ, അതായത് നാളെ രാത്രി ഈ ഒരു സമയം വരെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഈ ഗ്ലാസ്സിലെ ജലം എന്ന് പറയുന്നത്. അതിനുശേഷം നാളെ രാത്രി ഈ ഒരു സമയമാവുമ്പോൾ ഏതെങ്കിലും ഒരു ചെടിയുടെ ചുവട്ടിലേക്ക് ഈ ഗ്ലാസ്സിലെ ജലം നിങ്ങൾക്ക് ചവിട്ടാത്ത ഭാഗത്ത് നമ്മൾക്ക് ഒഴിക്കാവുന്നതാണ്. ഇനി ആ താലത്തിൽ ഉണ്ടായിരുന്ന പച്ചരിയൊക്കെ ഉണ്ടല്ലോ, അത് പക്ഷികൾക്കൊക്കെ കൊടുക്കാം കേട്ടോ. അതുപോലെ നാണയവും മഞ്ഞളും നമ്മളുടെ പണപ്പെട്ടിയിൽ സൂക്ഷിക്കുന്നത് ഏറ്റവും ഐശ്വര്യമാണ്. അമ്മമാരെ, നിങ്ങൾ എല്ലാവരും പൂർണ്ണ വിശ്വാസത്തോടെയും ഭക്തിയോടെയും ഈ ചിങ്ങ പൗർണമി രാത്രിയിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ. അതുപോലെ പൗർണമി വ്രതത്തിന്റെ പൂർണ്ണ ഫലം നമ്മുടെ കുടുംബത്തിന് ലഭിക്കാനായിട്ട് ചില കാര്യങ്ങളൊന്നും പ്രത്യേകം ഇന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നേ ദിവസം പൂർണ്ണമായും സസ്യഭക്ഷണം മാത്രം ഒന്ന് വീട്ടിൽ പാകം ചെയ്യാൻ ശ്രദ്ധിക്കുക. യാതൊരു കാരണവശാലും അശുദ്ധിയോടുകൂടി നമ്മൾ ഈ കർമ്മങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. മനസ്സ് എപ്പോഴും പ്രാർത്ഥനയിൽ മാത്രമായിരിക്കണം. രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ, സാധാരണ ദിവസത്തേക്കാൾ കൂടുതൽ സമയം നമ്മുടെ നിലവിളക്ക് ഒന്ന് തെളിയിച്ചു വെക്കാൻ ശ്രദ്ധിക്കുക. അതായത് നമ്മൾ ചന്ദ്രഭഗവാനെ കാണാൻ പോകുന്ന ആ ഒരു സമയമുണ്ടല്ലോ, ഈ കർമ്മങ്ങളെല്ലാം ചെയ്യണമല്ലോ, ഈ സമയം പൂർണ്ണമായിട്ടും നിലവിളക്ക് ഒന്ന് തെളിഞ്ഞിരിക്കാൻ ശ്രദ്ധിക്കുക. കരിന്തിരി കത്താതെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇനി യാതൊരു കാരണവശാലും ഈ ഒരു ദിവസം ആരോടും ദേഷ്യപ്പെടാനോ വഴക്കിടാനോ ഒന്നും പോകാൻ പാടില്ല. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ വീട്ടിലെ സമാധാനത്തിലാണ് ലക്ഷ്മി കടാക്ഷം പൂർണ്ണമായിട്ടും നിലനിൽക്കുന്നത്. ഇതെല്ലായ്പ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് വീട് എപ്പോഴും ശാന്തവും ഭക്തി സാന്ദ്രവുമായിട്ടിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മനസ്സുകളിൽ ഇപ്പോൾ ബാധിച്ചിരിക്കുന്ന വിഷമങ്ങൾ, സങ്കടങ്ങൾ, മക്കളെ കുറിച്ചിട്ടാണെങ്കിലും നമ്മുടെ കുടുംബത്തെ കുറിച്ചിട്ടാണെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ കുറിച്ചിട്ടാണെങ്കിലും ഇതെല്ലാം ഈ അതിവിശിഷ്ടമായ ചിങ്ങ പൗർണമി ദിവസം നമ്മൾ അങ്ങനെ ലക്ഷ്മി നാരായണ ശക്തിയിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് സമർപ്പിക്കാൻ പോവുകയാണ്. ഉറപ്പായിട്ടും അമ്മ മനസ്സിലെ വിഷമങ്ങളെല്ലാം മാറി കിട്ടുന്നതാണ്. ഒപ്പം എൻ്റെ പ്രാർത്ഥനയും നിങ്ങളുടെ കുടുംബത്തോടൊപ്പം തന്നെയുണ്ട്.
നിങ്ങളും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഈ വർഷത്തെ ചിങ്ങ പൗർണമി വ്രതം നോൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ പൂർണ്ണ ഭക്തിയോടുകൂടി ഓം ശ്രീ മഹാലക്ഷ്മിയെ നമ എന്നൊന്ന് എഴുതുക കേട്ടോ. അല്ലെങ്കിൽ ഓം നമോ നാരായണായ എന്ന് കുറിക്കുക. സാക്ഷാൽ ലക്ഷ്മി നാരായണന്റെ അനുഗ്രഹം എല്ലാവരുടെയും ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ള അമ്മമാരിലേക്കും കുടുംബാംഗങ്ങളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അവർക്കും ഇതൊരു ഉപകാരമായിട്ടുണ്ടെങ്കിലോ. പ്രാർത്ഥനകളോടെ നന്ദി, നമസ്കാരം.